ചോറ്, സാമ്പാർ, അവിയൽ, അല്ലെങ്കിൽ തോരൻ, ഇനിയിപ്പോൾ ചിക്കൻ കറി, മീൻ കറി, ഇതൊക്കെ എല്ലാം നമ്മൾ അതൊക്കെ കൂട്ടി കഴിക്കുമെങ്കിലും നമുക്ക് ശരിക്ക് നല്ല ചൂട് ചോറ്, അതിലേക്ക് ലേശം നെയ്യോ വെളിച്ചെണ്ണ ലേശം ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നല്ല കടുമാങ്ങ അച്ചാർ, അല്ലെങ്കിൽ വടുവപ്പുളി ഉപ്പിലിട്ടത്, മാങ്ങ ഉപ്പിലിട്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് മതി. അത് കഴിക്കുമ്പോൾ ആണ് കുറച്ചുകൂടി നമുക്കൊരു ടേസ്റ്റ്. അതേപോലെയാണ് അതിലേക്കിപ്പോൾ നമ്മൾ പുളിയിഞ്ചി ചേർക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ ഒരു ചോറും ഒരു പുളിയിഞ്ചിയും മാത്രം മതി. അപ്പോൾ നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏതായാലും ആദ്യം നമുക്ക് പുളിയിഞ്ചി അതാണ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പായസം ഉണ്ടാക്കാൻ. പുളിയിഞ്ചിക്കാകുമ്പോൾ പിന്നെ കുറച്ച് സമയം അതൊക്കെ ഉണ്ടാക്കാനുള്ള കുറച്ച് സമയം വേണം. അതുകൊണ്ട് അതാണ് ആദ്യം ഉണ്ടാക്കുന്നത്. പുളി ഇവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ വാളംപുള്ളി കുറച്ചധികം ഉണ്ട്. പിന്നെ പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പിലൊക്കെ ഉണ്ട്, ചേരുവകൾ. അപ്പോൾ ഇനി ഏതായാലും തുടങ്ങായി ഉണ്ടാക്കൽ. പുളി നന്നാക്കി പിഴിയുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ചാറ് അത് പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത് ആദ്യം. ചട്ടിയൊക്കെ നമുക്ക് വേറെ പാത്രത്തേക്ക് ഇടാം. അത് ഇനി നമ്മൾ മൺചട്ടിയാണ്. അത് ഒരു പ്രാവശ്യമല്ല, ഒരു 2-3 പ്രാവശ്യം പിഴിഞ്ഞെടുക്കാണ്ടായിരിക്കും നല്ല പോലെ. അങ്ങനെ അത് പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മ. ആദ്യത്തെ പണി അതാണ്. അപ്പോൾ അത് നല്ല പോലെ 2-3 പ്രാവശ്യം പിഴിഞ്ഞെടുത്തത് ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് അതിലേക്കുള്ള ആ ഒരു ചേരുവകൾ പ്രധാനമായിട്ടുള്ളത് അതൊക്കെ ഒന്ന് നുറുക്കാം. ഒക്കെ പച്ചമുളകൊക്കെ നല്ല വലിയ പച്ചമുളകാണ്. കത്തി വരട്ടെ. നമുക്ക് കത്തി വന്നു. ഇനി നമുക്ക് പച്ചമുളക് അതിങ്ങനെ നെടുക കീറുകയാണ്. ഒക്കെ കഴുകി ഒക്കെ എടുത്താണ് ഞെട്ടിയൊക്കെ കളഞ്ഞ് ഇങ്ങനെ ഒറ്റ നടുകൊണ്ട് കീറാം. ഓരോന്നും 2 പൊളിയായിട്ടുണ്ട് എടുക്കാം. പിന്നെ ഏതായാലും പുളിയിഞ്ചിയാണ് ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ. പിന്നെ പായസമാണുള്ളത്, സേമിയ പായസം. പിന്നെ ഇഞ്ചി അത്യാവശ്യം വലിയൊരു കഷ്ണം തന്നെയാണ്. ഇഞ്ചി നല്ല പോലെ ചെറുതാക്കി പൊടി പൊടിയായിട്ട് നുറുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിവിടെ കഴിഞ്ഞു. അതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചു. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് ഇനി അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, ഗ്യാസ് അടുപ്പ്. അത് നല്ല പോലെ ഇളക്കി തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അതാണ് അടുത്ത പണി. നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കുറുകി വരും. കുറുക്കിയെടുക്കണം. അത് ഇളക്കി കൊടുത്തിട്ട്. അപ്പോൾ ഒക്കെ തിളച്ച് വരുന്നുണ്ട്. അമ്മ നിൽക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണത്. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുക്കും. ഇനി നമ്മളതിലേക്ക് പച്ചമുളക് കീറിയത് അത് ചേർത്ത് കൊടുക്കുകയാണ്. പച്ചമുളക് വേവണം ഇതിൽ കിടന്നുകൊണ്ട്. ഇനി അതാണ് പണി. പിന്നെ നമുക്ക് ഇഞ്ചി അതും ചേർത്ത് കൊടുക്കാം, നുറുക്കിയത്. അപ്പം അത് നല്ല പോലെ ഇനി ഇളക്കി എടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് ശർക്കര ചേർക്കാണ്. പച്ചമുളകൊക്കെ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. 3 വലിയ അച്ച് ശർക്കരയാണ്, വലിയ അച്ചാണ്. അപ്പോൾ അത് 3 എണ്ണമാണ്. അതൊന്നും കൊണ്ട് പൊടിച്ചു ഇട്ട് കൊടുത്തതാണ്. നമ്മൾ ഇപ്പോൾ ഈ പുളി തിളപ്പിക്കുന്നതിലേക്ക് ലേശം ഉപ്പിട്ടിട്ടുണ്ട്. ഇപ്പം തന്നെ കണ്ടോ അത്യാവശ്യം നല്ല കൊണ്ട് വറ്റി കുറുകി വരുന്നുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പില നമുക്ക് നേരെ ഇട്ട് കൊടുക്കാം. നല്ല കുറുകി. ഇനി അതിലേക്ക് പൊടിക്കാനുള്ളതാണ് ഉലുവ. അതാദ്യം ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് വെന്ത് നല്ലപോലെ കുറുകിയിട്ടുണ്ട്, അതവിടെ ഉണ്ട്.
ഇനി അതിലേക്ക് നമുക്ക് കടുകും, ഈ ഉലുവയും കടുകും കൂടി നല്ല പോലെ വറുത്ത് അത് പൊടിക്കാനാണ്. ഇത് കഴിഞ്ഞാൽ അത് പൊടിക്കും. ഇനിയിപ്പോൾ അത് പൊടിച്ചത് നല്ല പോലെ പൊടിച്ചിട്ട് അത് അതിൽ ചേർക്കാം, അത് ഇളക്കി കൊടുക്കാം. ഇതും ഇതിൻ്റെ ഒരു പ്രധാന ചേരുവകളാണ്, ആ സ്വാദ് കൂട്ടുന്നത്. അപ്പോൾ പിന്നെ ഒന്ന് ഇരുന്ന് കുറുകും. ഇനിതാ നമുക്ക് വെളിച്ചെണ്ണയിൽ കടുക് വറുത്തിടുകയാണ് വേണ്ടത്. അതാ അപ്പോൾ കടുക് വറുത്തിട്ടു. അപ്പോൾ അതിവിടെ റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് പായസം വയ്ക്കുകയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ 2 പാക്കറ്റ് പാലിലാണ് വയ്ക്കുന്നത്. സേമിയ പാക്കറ്റ് പിന്നെ ഇവിടെ ഉണ്ട്, നമ്മളെ ഓട്സിൻ്റെ കൂടെ കിട്ടിയത് ഇതാണ്. പിന്നെ റോസ്റ്റഡാണ്, വറുത്തൊക്കെയാണ്, അതുകൊണ്ട് പിന്നെ ഞാൻ അതൊന്നും പണിയില്ല. ഇനി പാല് തിളക്കട്ടെ. വറുത്ത സേമിയ ഇത് കുറച്ചേ ഉള്ളൂ, അധികമില്ല. ആകെ 200 ഗ്രാമിൽ പകുതി എടുത്തിട്ടില്ല ഞങ്ങൾ. അപ്പോൾ പാല് തിളച്ച് വന്നു, കുറച്ചേ ഉള്ളൂ. ഇനി ഇത് നല്ല പോലെ ഉണ്ട് വേവട്ടെ. ഒരു 10 മിനിറ്റ് വെന്താൽ മതിയാവും, അതിനാവും. അപ്പോൾ ഏകദേശമൊക്കെ വെന്ത് വരുന്നുണ്ട്. നമുക്കിതാ പഞ്ചസാര അത് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര മധുരത്തിനനുസരിച്ച്, ഞങ്ങൾക്ക് പിന്നെ നല്ല മധുരം വേണം. അത് പായസമാണെങ്കിലും ചായ ആണെങ്കിലൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ മധുരം ആവശ്യത്തിന് ചേർക്കുന്നുണ്ട്. ഇനിതാ നെയ്യിൽ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും വറവ് ഇട്ടു. അപ്പോൾ അത് ഇവിടെ റെഡിയായി. പണ്ടൊക്കെ പുളിയിച്ചുണ്ടാക്കിയ ഭരണിയിലാക്കിയിട്ട് പത്തായത്തിലാക്കിയത്. പണ്ട് ചേന വറുത്തത് കായ വറുത്തത് ഒക്കെ പത്തായത്തിലാണ് വെക്കുക. പണ്ട് കടുമാങ്ങേൻ്റെ അച്ചാറൊക്കെ ഭരണിയിലാക്കിയിടും പത്തായത്തിലാണ് വെക്കുക. ഉണ്ണിയപ്പം ഇതൊക്കെ പത്തായത്തിൽ പ്രധാനമായിട്ട് നെല്ലാണ് ആക്കുക. ഊണ് കഴിക്കായി. ഇന്നിപ്പോൾ വെള്ളരിക്ക മുളകിട്ടതാണ്, ഉള്ളിയും കിഴങ്ങൊക്കെ ചേർത്തിട്ടുണ്ട്. എളുപ്പത്തിൽ കറി. പിന്നെ ഇതാ പുളിയിഞ്ചി, പപ്പടം കാച്ചിയത്. അങ്ങനെയാണ് ഇന്ന്. പുളിഞ്ചി എരിവും മധുരമൊക്കെ പാകാം. അതാ പായസം, അത്യാവശ്യം വെള്ളം, അതൊക്കെ സേമിയൊക്കെ പാകത്തിന് തന്നെയാണ്. ഇതിപ്പോൾ ഇരുന്ന് കുറുകിയ ശേഷമുള്ളതാണിത്, കണ്ടോ, ഇത് പാകമാണ്. അപ്പോൾ ഇന്ന് അങ്ങനെയാണ്. പായസം നമ്മളെ പുളിയിഞ്ചിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കായി. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.